വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തുടക്കം ഇതൊരു ഒന്നൊന്നര തുടക്കം തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു ഗൈസ്. കിടുപടം, ഒറ്റ വാക്കി പറയാം, കിഡിലോസ്കി സാധനം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കയറി കണ്ടോ. ഞാനിത് ട്രെയിലർ കണ്ട് ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണാം എന്നുള്ള രീതിയിൽ പോയതാണ്. എൻ്റെ മോനെ, പിന്നെ ഇത് എടുക്കുന്നതിന് വേറൊരു കാര്യങ്ങളുണ്ട്. ലാലേട്ടൻ ഇതിനകത്തുണ്ടെന്ന് ഓൾറെഡി ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ടായിരുന്നു. അതും ഒരു കാര്യമാണ്. അപ്പം കയറി ഫസ്റ്റ് തുടക്കം തന്നെ എന്തോ പറയുന്ന, നമുക്ക് വില്ലൻ ആ റോള് സംഭവം കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങി ഒരു ഇന്റർവെല്ലിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ മോനെ ഒരു സീനുണ്ട്. കിഡു സാധനം അത് അവിടെയാണ് ആ സാധനം റിവീൽ ചെയ്യുന്നത്, സംഭവം എന്തുവാണ് എന്നുള്ളത്. അവിടം തൊട്ട് പിന്നെ ഇന്റർവെല്ല് തൊട്ട് പിന്നെ പടം അവസാനിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ സംഭവം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ അതിന് ബാക്കി കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മോനെ, ഇത് എടുത്ത് പറയേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്മയ മോഹൻലാൽ. പുള്ളിക്കാരി പൊളിച്ച് കേട്ടാ, ഒന്നും പറയാതിരിക്കും. പൊള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഫസ്റ്റ് സിനിമ തന്നെ പുള്ളിക്കാരി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരും, ഇപ്പം വില്ലൻ കഥാപാത്രമാണെങ്കിലും എനിക്കൊന്ന് പുതിയ ഏതോ ഒരാളാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കാരനാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സായി കുമാർ, പിന്നെ ബിജു മേനോൻ, അങ്ങനെ കുറെ പേര്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. അവരെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത്. ഞാൻ പറയാം, എടുത്തു പറയേണ്ടത് പുള്ളിക്കാരി, അതായത് വിസ്മയ മോഹൻലാൽ. പുള്ളിക്കാരുടെ ഫസ്റ്റ് സിനിമയാണ്, അതും ഫൈറ്റ് സീൻ എന്നൊക്കെ പറയുന്നത്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ മാർഷൽ സംഭവമാണ്. അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് വേറെ ലെവൽ സാധനം. അതൊക്കെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കാരണം അത് ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ തുടങ്ങുന്നത് തന്നെ നമുക്ക് എന്താ പറയുന്ന, പുള്ളിക്കാരി എന്താണ് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നില്ല ഇതിനകത്ത്. ആദ്യം തന്നെ അത് ഞാൻ പറയുന്നില്ല, സംഭവം ഉണ്ട്. അപ്പോൾ എന്താണെന്ന് പറയുന്നത്, പക്ഷെ ആ ഇന്റർവെല്ലിൽ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കിടു സാധനമാണിത്. അത് കഴിയുമ്പോഴാണ് പുള്ളിക്കാരിയുടെ ഒരു വരവും പിന്നെ തിരിച്ചു കൊടുക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ലാസ്റ്റ് എടുത്ത് പറയേണ്ടത്, ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. എൻ്റെ പൊന്നു മോനെ, കിടു സാധനമാണ് കേട്ടോ. അതും ആ മാർഷലും ഫൈറ്റും എല്ലാത്തിനെയും പേടിച്ച് ആടിച്ച് അറിയല്ലോ, ഒരു ഒന്നൊന്നര സാധനമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലാലേട്ടനെ കൊണ്ടുവരുന്നതും ആ ഒരു സംഭവങ്ങളും എല്ലാം എന്താ പറയുക, നമുക്ക് തന്നെ ഭയങ്കര എന്തോ ഒരു ഇത് ആ ഒരു തിയേറ്ററിൽ നമുക്ക് കിട്ടും കേട്ടാ. എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പടം എന്തായാലും കിടുപ്പടമാണ്, ഒന്നും പറയാനില്ല ഗൈസ്. എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അങ്ങനെ എന്തോ പറയാനായിട്ട് ലാഗടിപ്പിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് എഴുതിയിരിക്കുന്നത് ജൂഡാൻ്റെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന വിസ്മയ മോഹൻലാൽ, ഇതുപോലെ നേരത്തെ പറഞ്ഞ സായി കുമാർ, ബിജു മേനോൻ, അങ്ങനെ ഒരുപാട് പേര് അത്യാവശ്യം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും പോയി ധൈര്യമായിട്ട് കാണുക. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്തു പറയുന്ന, നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. എനിക്കെന്തായാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് പടം പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തുടക്കം തന്നെ വിസ്മയ മോഹൻലാൽ തകർത്തെന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് പടം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗായ്സ്, നിങ്ങൾ പോയി കാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറ. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.